ഇത് കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ മാരാരിക്കുളം മഹാദേവ ക്ഷേത്രം. ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകളുടെയും മാരാരിക്കുളം വടക്ക് തെക്ക് ഗ്രാമപഞ്ചായത്തുകളുടെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പുരാതനമായ ക്ഷേത്രം. ഹിന്ദുമത വിശ്വാസത്തിൽ ഈ ക്ഷേത്രത്തിന് വലിയ പ്രാധാന്യമുണ്ട്. മാരാരിക്കുളം മഹാദേവ ക്ഷേത്രം പല കാരണങ്ങൾ കൊണ്ട് പ്രസിദ്ധമാണ്. മാരാരിക്കുളം എന്ന പേര് പോലും ക്ഷേത്രവുമായി അഭേദ്യമായ ബന്ധമുള്ള ഒന്നാണ്. മാരനെ അഥവാ കാമദേവനെ വധിച്ചതിനു ശേഷം അത്യുഗ്ര ഭാവത്തിലിരിക്കുന്ന ശിവഭഗവാനും ഭഗവാനെ പതിയായി കിട്ടാൻ തപസ്സിരിക്കുന്ന പാർവതീദേവിയുമാണ് ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠകൾ. കൂടാതെ ഗണപതി, അയ്യപ്പൻ, സുബ്രഹ്മണ്യൻ, മഹാവിഷ്ണു, നവഗ്രഹങ്ങൾ, നാഗദൈവങ്ങൾ, ബ്രഹ്മരക്ഷസ്, യക്ഷി തുടങ്ങി ഉപദേവതകളും ഈ പുരാതനമായ ക്ഷേത്രത്തിലുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ശിവനും പാർവതിയും ഇവിടെ പരസ്പരം അഭിമുഖമായിട്ടും സ്വയംഭൂവായും കുടികൊള്ളുന്നു എന്നതാണ്. ഈ വിധത്തിലുള്ള കേരളത്തിലെ തന്നെ ഏക ക്ഷേത്രവുമാണിത്. ശിവൻ കിഴക്കോട്ടും പാർവതി പടിഞ്ഞാറോട്ടും ദർശനമായിട്ടാണ് ഇവിടെ കുടികൊള്ളുന്നത്. ഇരുദേവതകൾക്കും കൊടിമരങ്ങളുമുണ്ട്. മാരാരിക്കുളം എന്ന സ്ഥലനാമം തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് വിശ്വാസം. മാരനെ വധിച്ച ശിവൻ കുടികൊള്ളുന്ന ഇടം. മാരാരി അല്ലെങ്കിൽ മാരന്റെ ശത്രു അല്ലെങ്കിൽ അന്തകനായ ശിവൻ. അത്രയും രൗദ്ര ഭാവത്തിലുള്ള ഭഗവാനെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നമസ്കാരം. കേരള പൈതൃകത്തിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. വടക്കുംനാഥൻ, പാറമേക്കാവ് ക്ഷേത്രങ്ങളോളം പഴക്കമില്ല എങ്കിലും തൃശൂരിലെ അതിപുരാതന ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രം. തൃശൂർ പൂരത്തിന്റെ മുഖ്യ പങ്കാളികളിൽ ഒന്നായ ക്ഷേത്രമാണ് ഇത്. തൃശൂർ നഗരത്തിന് വടക്ക് ഭാഗത്ത് പാട്ടുരയ്ക്കൽ ഷൊർണൂർ റോഡിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വൈഷ്ണവ ഭക്തർ ആശ്രയ കേന്ദ്രമായി കരുതിപ്പോരുന്ന തിരുവമ്പാടി ക്ഷേത്രം നേരത്തെ ഭഗവതിക്കാവായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ടിപ്പുവിന്റെ പടയോട്ട കാലത്താണ് തിരുവമ്പാടിയുടെ ചരിത്രത്തിന്റെ തുടക്കം. ടിപ്പുവിന്റെ പട്ടാളത്തെ ഭയന്ന് എടക്കളത്തൂരിൽ നിന്ന് ശാന്തിക്കാരൻ എടുത്തോടിയ കൃഷ്ണവിഗ്രഹമാണ് ഇവിടത്തെ പ്രതിഷ്ഠ. വടക്കേ അങ്ങാടിയിൽ കണ്ടൻകാവിലായിരുന്നു ആദ്യ പ്രതിഷ്ഠ. കൃഷ്ണനോടൊപ്പം പോന്നതായി സങ്കല്പിക്കുന്ന ബാലഭദ്രകാളിയെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. എടക്കളത്തൂരിൽ നിന്ന് കൊണ്ടുവന്ന വിഗ്രഹം കാറ്റാനപ്പള്ളി മനയിൽ ആദ്യം കുടിയിരുത്തപ്പെട്ടു എന്ന ഐതിഹ്യമാണ് പറയുന്നത്. പിന്നീട് തിരുവമ്പാടി ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണനെ പ്രതിഷ്ഠിച്ചു അത്രേ. ഭഗവതിയെ എടത്തരിക്കകത്തേക്ക് മാറ്റുകയും ചെയ്തു. തിരുവമ്പാടി കൃഷ്ണനാണ് ഇവിടെ മുഖ്യ പ്രതിഷ്ഠ. തിരുവമ്പാടി ഭഗവതിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രതിഷ്ഠ. ഉണ്ണികൃഷ്ണന്റെ രൂപത്തിലുള്ള ഭഗവത് വിഗ്രഹത്തിന് 3 അടി പൊക്കമുണ്ട്. ബാലരൂപത്തിലുള്ള ഭദ്രകാളിയാണ് തിരുവമ്പാടി അമ്മ. പടിഞ്ഞാട്ട് ദർശനമായാണ് 2 പ്രതിഷ്ഠകളും. തൃശൂരിനെ ലോകത്തിനു മുന്നിൽ അടയാളപ്പെടുത്തുന്ന ആഘോഷങ്ങളിലൊന്നായ തൃശൂർ പൂരത്തിൽ പങ്കെടുക്കുന്ന പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രം. തൃശൂർ പൂരത്തിന്റെ പ്രധാന ചടങ്ങുകളായ മേളം, പഞ്ചവാദ്യാഘോഷം, കുടമാറ്റം, വെടിക്കെട്ട് തുടങ്ങിയവയിലെല്ലാം തിരുവമ്പാടി ക്ഷേത്രത്തിന് കൃത്യമായ കാര്യങ്ങളുണ്ട്. ആഘോഷങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും വലിയ പ്രാധാന്യം കൽപ്പിക്കുന്ന ക്ഷേത്രമാണ് ഇത്. ഭഗവതിയുടെ ആഘോഷങ്ങളായി കണക്കാക്കുന്നത് ധനുമാസത്തിലെ വേലയും മേടത്തിലെ പൂരവുമാണ്. ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണി, ധനുമാസത്തിലെ സ്വർഗവാതിൽ ഏകാദശി എന്നിവ കൃഷ്ണനുള്ള ആഘോഷങ്ങളാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രവും ഐതിഹ്യവും ലയിച്ച അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. പാർത്ഥസാരഥി സങ്കല്പത്തിൽ വലതു കൈയിൽ ചമ്മട്ടിയും ഇടതു കൈയിൽ പാഞ്ചജന്യവുമായി നിൽക്കുന്ന
പരബ്രഹ്മ സ്വരൂപനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. ലോകപ്രശസ്തമായ അമ്പലപ്പുഴ പാൽപ്പായസവും അമ്പലപ്പുഴ വേലകളിയും ഈ ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ളതാണ്. പഴയ നാട്ടുരാജ്യമായിരുന്ന ചെമ്പകശ്ശേരിയിലെ ഭരണാധികാരി പൂരാടം തിരുനാൾ ദേവനാരായണനാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. അമ്പലപ്പുഴ ക്ഷേത്രപ്രതിഷ്ഠയുമായി ബന്ധപ്പെടുത്തി മൂലം നാളിൽ ചമ്പക്കുളം പമ്പാ നദിയിൽ രാജപ്രമുഖൻ വള്ളംകളി നടന്നുവരുന്നു. ഈ ക്ഷേത്രത്തിൽ ഉപദേവതകളായി ശിവൻ, ഗണപതി, അയ്യപ്പൻ, ഭദ്രകാളി എന്നിവർക്കും പ്രതിഷ്ഠയുണ്ട്. മീനമാസത്തിൽ തിരുവോണം നാളാണ് ആറാട്ടായി ആഘോഷിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തെപ്പറ്റിയുള്ള ഐതിഹ്യം ഇങ്ങനെ. ഈ ക്ഷേത്രത്തെപ്പറ്റി ഐതിഹ്യപ്രകാരം വില്ലുമംഗലത്ത് സ്വാമിയാരാണ് ക്ഷേത്രത്തിന് സ്ഥാനം നിശ്ചയിച്ചത്. ചെമ്പകശ്ശേരി രാജാവ് ഒരു ദിവസം സ്വാമിയാരുമൊത്ത് വള്ളത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു. ആ സമയം കർണാനന്ദകരമായ ഒരു ഓടക്കുഴൽ നാദം കേട്ട് രാജാവ് ചുറ്റുപാടും നോക്കി. എന്നാൽ ആ പ്രദേശത്തെങ്ങും ആരും ഉണ്ടായിരുന്നില്ല. ശ്രീകൃഷ്ണൻ്റെ ഓടക്കുഴൽ ഗാനമാണ് കേട്ടതെന്നും അവിടെ ഒരു ക്ഷേത്രം പണിയണമെന്നും സ്വാമിയാർ രാജാവിനെ അറിയിക്കുന്നു. അങ്ങനെ ആ ക്ഷേത്രം അവിടെ പണി ചെയ്യപ്പെട്ടു എന്നാണ് ഒരു ഐതിഹ്യം. അമ്പലപ്പുഴയിൽ പ്രസിദ്ധമായ മറ്റൊരു ഐതിഹ്യമാണ് അമ്പലപ്പുഴയിലെ പ്രതിഷ്ഠ നടത്തിയത് നാറാണത്ത് ഭ്രാന്തനാണെന്ന്. പ്രതിഷ്ഠാ സമയത്ത് അഷ്ടബന്ധം ഉറയ്ക്കാതെ തന്ത്രിമാർ വിഷമിച്ചു. അപ്പോൾ ആ വഴി വന്ന നാറാണത്ത് ഭ്രാന്തനോട് അപേക്ഷയനുസരിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന മീൻ ശ്രീകോവിലിന് പുറത്ത് തൂക്കി വായിലെ മുറുക്കാൻ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിനായി തുപ്പിയെന്നും ഐതിഹ്യം പറയുന്നു. അതുകൊണ്ട് താമ്പൂലപ്പുഴ എന്നാണ് മുമ്പ് അമ്പലപ്പുഴ അറിയപ്പെട്ടതെന്നും പിന്നീട് അത് ലോപിച്ച് അമ്പലപ്പുഴയായെന്നും പറയപ്പെടുന്നു. തന്ത്രിമാരെക്കുറിച്ചും ഐതിഹ്യമുണ്ട്. കേരളത്തിലെ പുരാതന ക്ഷേത്രങ്ങളിലൊന്നാണ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി മഹാക്ഷേത്രം. ഒരുപാട് ഐതിഹ്യങ്ങൾ ഉറങ്ങുന്ന ഈ ക്ഷേത്രത്തിലേക്ക് അനേകായിരം ഭക്തർ ദർശനപുണ്യം തേടി വർഷം തോറും വന്നെത്തുന്നു. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ചതുർബാഹുവായ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയാണ്. കൂടാതെ ഉപദേവതകളായി ഗണപതി, ദക്ഷിണാമൂർത്തി, ഗോശാലാകൃഷ്ണൻ, അയ്യപ്പൻ, നാഗദൈവങ്ങൾ, കുരുതികാമൻ, പഞ്ചമി ദേവി, യക്ഷിയമ്മ എന്നീ പ്രതിഷ്ഠകളുമുണ്ട്. കേരള പഴനി, തെക്കൻ പഴനി എന്നീ പേരുകളിൽ പുകഴ്പെറ്റ ഈ ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും വലിയ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ്. പഴയ തിരുവിതാംകൂർ ദേശത്ത് മഹാക്ഷേത്രങ്ങളായി അറിയപ്പെട്ടിരുന്ന 7 ക്ഷേത്രങ്ങളിലൊന്ന് ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ്. ഹരിപ്പാട് ക്ഷേത്രം ഹരിപ്പാട് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ദേശീയപാതയിൽ നിന്ന് 1/2 കിലോമീറ്റർ വടക്കുമാറി സ്ഥിതി ചെയ്യുന്നു. കിഴക്കോട്ടാണ് ക്ഷേത്രത്തിന്റെ ദർശനം. 8 ഏക്കറോളം വിസ്തീർണമുള്ള അതിവിശാലമായ മതിലകമാണ് ക്ഷേത്രത്തിന്. ക്ഷേത്രത്തിന് ചുറ്റും വലിയ ആനപ്പള്ള മതിൽ പണിതിരിക്കുന്നു. കിഴക്കേ ഗോപുരത്തിൽ നിന്ന് അല്പം ദൂരം മാറി ക്ഷേത്രത്തിന്റെ പേരെഴുതിയ മനോഹരമായ പ്രവേശന കവാടം കാണാം. അത് 2015 പിച്ചള പൊതിഞ്ഞ് സ്വർണം പൂശിയിരുന്നു. അത് കടന്ന് അല്പദൂരം സഞ്ചരിച്ചാൽ ക്ഷേത്രമുറ്റത്തെത്താം. ക്ഷേത്രത്തിന്റെ മുന്നിൽ മനോഹരമായൊരു അരയാൽ മരമുണ്ട്. അരയാലിനടുത്ത് തന്നെയാണ് ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരവും. താരതമ്യേന ചെറിയ ഗോപുരമാണിത്. നമസ്കാരം. ആലപ്പുഴയിലെ ഏറ്റവും വിസ്തൃതിയുള്ള ജൈവ വൈവിധ്യം നിറഞ്ഞ കാവ്
സർപ്പമുത്തച്ഛനും കൂട്ടരും ഉണ്ടുറങ്ങുന്ന നിലവറ, നാഗങ്ങൾ സ്വൈരവിഹാരം നടത്തുന്ന മണ്ണ്, മുഖ്യപൂജാരി ഒരു അന്തർജനമായ കേരളത്തിലെ ഏക സർപ്പക്ഷേത്രം. വിശേഷണങ്ങൾ അനവധിയാണ് ഹരിപ്പാട് മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിന്. 30 ഏക്കർ വിസ്തൃതിയിൽ വൻ വടവൃക്ഷങ്ങളുടെ തണലിൽ മഞ്ഞളിൻ്റെ ഹൃദ്യഗന്ധവും പുള്ളുവൻ പാട്ടിൻ്റെ ഈണവും നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്ര പരിസരം. അപൂർവ സസ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കാവിൽ വള്ളിപ്പടർപ്പുകൾക്ക് പോലും സർപ്പരൂപം. ഉഗ്രസർപ്പങ്ങളെപ്പോലും ഈശ്വരസ്വരൂപിയായി കണ്ട് സംരക്ഷിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ആർഷ സംസ്കൃതിയുടെ പാരമ്പര്യമാണ് മണ്ണാറശാല. ശിവസർപ്പവും മഹാദേവന്റെ കണ്ഠാഭരണവുമായ വാസുകിയും നാഗമാതാവായ സർപ്പയക്ഷിയുമാണ് മുഖ്യപ്രതിഷ്ഠ. നാഗരാജാവിൻ്റെ മറ്റൊരു രാജ്ഞിയായ നാഗയക്ഷിയും സഹോദരി നാഗചാമുണ്ടിയുമാണ് മറ്റു പ്രതിഷ്ഠകൾ. ക്ഷേത്രത്തോട് ചേർന്നുള്ള ഇല്ലത്തിൻ്റെ നിലവറയിൽ മഹാവിഷ്ണു സർപ്പവും മഹാവിഷ്ണുവിൻ്റെ ശയനവുമായ നാഗരാജാവായ അനന്തൻ കുടികൊള്ളുന്നു. നാഗദേവതകളുടെ വിശ്വാസികൾക്ക് ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ഇവിടം. ക്ഷേത്രത്തിലെ പ്രധാന പൂജകൾ ചെയ്യുന്നത് മണ്ണാറശാല ഇല്ലത്തെ അതത് കാലത്തെ മുതിർന്ന അമ്മയാണ്. കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന അംഗത്തിൻ്റെ പത്നിയാണ് അമ്മസ്ഥാനത്ത് എത്തുന്നത്. നാഗരാജാവിൻ്റെ അമ്മയുടെ സ്ഥാനമാണ് വലിയമ്മയ്ക്ക് സങ്കല്പിച്ചിരിക്കുന്നത്. മക്കളില്ലാതെ വിഷമിച്ച ഇല്ലത്തെ തികഞ്ഞ ഭക്തയായ അമ്മയ്ക്ക് മകനായി നാഗരാജാവായ അനന്തൻ അവതരിച്ചു എന്നാണ് കഥ. ക്ഷേത്രമതിൽക്കെട്ടിനുള്ളിൽ പ്രവേശിച്ച ഉടൻ തന്നെ മറ്റൊരു ലോകത്ത് എത്തിയതുപോലെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഏകദേശം 30 ഏക്കറോളം വരും ക്ഷേത്ര പരിസരം. ഘോരവനങ്ങളെ ഓർമ്മിപ്പിക്കുന്ന വൻ മരങ്ങളുടെ ഇടയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിലേക്ക് മരങ്ങൾക്കിടയിലൂടെയുള്ള നടപ്പാതയിലൂടെ നടക്കുമ്പോൾ നിരവധി നാഗപ്രതിമകളെ കാണാനാവും. പാതയോരത്തും മരച്ചകൂട്ടിലുമായി ഏകദേശം 30,000-ലധികം നാഗപ്രതിമകൾ കാണാം. ഇത്രയധികം നാഗപ്രതിമകളുള്ള മറ്റൊരു ക്ഷേത്രം ലോകത്ത് തന്നെ കാണാൻ കഴിയില്ല. മഹാഭാരതത്തിലെ ഖാണ്ഡവനമായി കരുതുന്ന പത്തിയൂർ മുതൽ കുട്ടനാട് വരെയുള്ള വനപ്രദേശം ഒരിക്കൽ അഗ്നിബാധയേറ്റ് വെന്തെരിഞ്ഞു. അന്ന് മന്ദാരശാല എന്നറിയപ്പെട്ടിരുന്ന ഈ സ്ഥലത്തിൻ്റെ അതിരുകൾ വരെ തീജ്വാല എത്തി. പൊള്ളലേറ്റ നാഗങ്ങളെ സന്താന സൗഭാഗ്യമില്ലാത്തതിനാൽ അതീവ ദുഃഖിതയായി കഴിഞ്ഞിരുന്ന ബ്രാഹ്മണ പത്നി പാല്, തേന്, കരിക്കിൻ വെള്ളം, മഞ്ഞൾപ്പൊടി എന്നിവ തൂകി രക്ഷപ്പെടുത്തുകയും ഇവിടം വെള്ളം കോരിയൊഴിച്ച് തണുപ്പിക്കുകയും ചെയ്തു. അങ്ങനെ മണ്ണാറിയ ശാല മണ്ണാറശാലയായെന്നും ഐതിഹ്യം പറയുന്നു. കാട്ടുതീയിൽപ്പെട്ട നാഗങ്ങളെ രക്ഷിച്ച അതീവ പുണ്യപ്രവൃത്തി ചെയ്തതിനാൽ ആ അമ്മയുടെ മകനായി 5 തലകളോട് കൂടിയ സർപ്പശിശുവും ഒരു മനുഷ്യശിശുവും ജനിച്ചു. സർപ്പശിശു നാഗരാജാവായി നിലവറ പോകുകയും മനുഷ്യശിശു ഗൃഹസ്ഥാശ്രമിയാകുകയും ചെയ്തു എന്നുമാണ് ഐതിഹ്യം. കന്നി, തുലാം, കുംഭം മാസങ്ങളിലെ ആയില്യവും മഹാശിവരാത്രിയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആട്ടവിശേഷങ്ങൾ. മണ്ണാറശാലയ്ക്ക് മാത്രം കാണുന്ന സവിശേഷമായ ഒരു വഴിപാടാണ് ഉരുളികമിഴ്ത്ത്. ആയിരക്കണക്കിന് ഭക്തരാണ് ഉരുളി കമിഴ്ത്താനായി ഇവിടെ എത്തുന്നത്. കൂടാതെ കുടുംബത്തിൻ്റെ അഭിവൃദ്ധിക്കും മക്കളുടെ അഭിവൃദ്ധിക്കും സർപ്പദോഷം അകലുമെന്ന വിശ്വാസവും ഭക്തരെ ഇവിടേക്ക് ആകർഷിക്കുന്നു. ഈ ക്ഷേത്രത്തെ സംബന്ധിക്കുന്ന വിശദീകരിച്ചുള്ള ചരിത്രവും ഐതിഹ്യവും ഇവിടുത്തെ വഴിപാട് വിവരങ്ങളും ബ്രഹ്മശ്രീ ശേഷനാഗൻ നമ്പൂതിരി നിങ്ങളോട് വിശദീകരിക്കുന്നതാണ്. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശേഷനാഗൻ എന്നാണ്. ഈ മണ്ണാറശാല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മണ്ണാറശാല കുടുംബത്തിലെ ഒരംഗമാണ്. മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിൻ്റെ ഒരു ഐതിഹ്യം പറയുകയാണെങ്കിൽ ഇവിടെ പ്രധാന പ്രതിഷ്ഠ നാഗരാജാവ്, സർപ്പേക്ഷിയമ്മ, രണ്ടുപേരുടെയാണ്. പിന്നെ നിലവറയിൽ അനന്തൻ ഉള്ളത്, നാഗരാജാവിൻ്റെ തന്നെ മറ്റൊരു അനന്തൻ്റെ ചൈതന്യമാണ് നിലവറയിലുള്ളത്. വാസുകിയുടെയും അനന്തൻ്റെയും ചൈതന്യമാണ് നാഗരാജാവായിട്ട് പ്രതിഷ്ഠയായിട്ട് അമ്പലത്തിലുള്ളത്. അവിടെ ഭഗവാന്റെ കൂടെ തന്നെ ഇപ്പുറത്ത് വടക്ക് ഭാഗത്തായിട്ട് സർപ്പേക്ഷിയമ്മയുണ്ട്. കൂടാതെ തൊട്ടപ്പുറത്തായിട്ട് ചിത്രകൂടം എന്ന് പറയുന്ന 2 രീതിയിലുള്ള നാഗചാമുണ്ടിയമ്മയും നാഗയക്ഷിയമ്മയുണ്ട്. അതിൽ സർപ്പേക്ഷിയമ്മയും നാഗയക്ഷിയമ്മയും നാഗരാജാവിൻ്റെ പത്നിമാരായിട്ടാണ്. നാഗചാമുണ്ടിയാട്ടെ സഹോദരിയാണ്. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു രീതി. പിന്നെ ഉപദേവതകളുണ്ട്, കാവുകളുണ്ട്, പലതരം കാവുകളുണ്ട്. അപ്പൂപ്പൻ കാവ്, മണിനാഗക്കാവ്, അങ്ങനെ കാവുകളുണ്ട്. ഇവിടെ ശാസ്താവിൻ്റെ പ്രതിഷ്ഠയുണ്ട്, ഭദ്രകാളിയുണ്ട്, അങ്ങനെ അല്ലാതെ ഉപദേവതകൾ അങ്ങനെയുണ്ട്.